എടി ശങ്കർ സാർ ഉൾപ്പെടെ എനിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തേക്കുവാണ്. റിസൈൻ ലെറ്റർ എഴുതിപ്പിച്ചവിടെ എന്നിട്ട് എഴുതിയിട്ട് പൊക്കോന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവര് ടെർമിനേഷൻ ലെറ്റർ വിടുമെന്ന് പറഞ്ഞു. റിസൈൻ ലെറ്റർ എഴുതി കൊടുത്തില്ലെങ്കിൽ അത് എനിക്ക് സഹിക്കാൻ പറ്റണില്ലടി. എനിക്ക് അവിടെ ഇരുന്നിട്ടൊന്നും അയാള് ഞാൻ ഇതിന്റെ ഏജന്റ് വർക്ക് ചെയ്യണേണ് ഒരു പ്രാവശ്യം താക്കീത് ചെയ്താണെന്നൊക്കെ പറഞ്ഞ അയാള് എഴുതി കൊടുത്തടി എനിക്കെതിരെ കംപ്ലൈന്റ്. അയാൾ എന്താണ് എഴുതി അയാള് കൊടുത്തിട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട്. അയാള് തന്നെ ശങ്കറിന്റെ ലെറ്റർ ഉണ്ട്, ഷൈന്റെ ലെറ്റർ ഉണ്ട്, ഷാജിയുടെ ലെറ്റർ ഉണ്ട്, ആ പേഷ്യന്റിനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട്, ആ പേഷ്യന്റിന്റെ മകളെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാരും കാര്യത്തിൽ കൂടി ചെയ്തേക്കണുണ്ട്. എന്നെ കൊണ്ട് റിസൈൻ എഴുതിപ്പിച്ചിടി അവിടെ. ഇപ്പഴാണെങ്കിൽ നിലവിളിയും കൂട്ടവും ബഹളമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പോകുന്നുള്ളൂ എന്നോട് കേട്ട്. സിവിച്ചേച്ചി പറഞ്ഞ് നാളെ ആകട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ സിവിച്ചേച്ചി പറഞ്ഞാലൊന്ന് കേൾക്കുമെന്ന് എനിക്ക് തോന്നണില്ലടി. എടി ഒന്ന് പറയെങ്കിൽ സിവിച്ചേച്ചിയോട് ഒന്ന് പറയടി, എന്നെ കളയല്ലേ, ജോലി കളയല്ലേ. ഞാൻ ശങ്കർ ഇതിനകത്ത് ഞാൻ ഡോണറിന്റെ പരിപാടി ചെയ്യണുണ്ടെന്നും പറഞ്ഞു. ശങ്കർ അത് ചിലപ്പോ അന്വേഷിച്ച് ആ കൂട്ടത്തിലുണ്ടാവും. ഇടയ്ക്ക് അവരെല്ലാരും കൂടി ഇന്നുണ്ടായിരിക്കും ചെയ്തേക്കണത്. ഷൈൻ ചെയ്തേക്കണത് മെഡിക്കൽ ട്രസ്റ്റിന്. ഞാൻ ഒരു പ്രാവശ്യം എന്റെ കൂട്ടുകാരത്ത് ഞാൻ വീടിന്റെ അടുത്തോടെ ഒരു ചേച്ചിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ട്രാൻസ്പ്ലാന്റിന് കിടന്നേച്ചാണ് അവിടെ. പൈസ എണ്ണിയപ്പോ അവര് എന്നെ കൊണ്ട് പൈസ എണ്ണിപ്പിച്ച അവരുടെ പൈസ എണ്ണി ഒന്ന് തിട്ടപ്പെടുത്തി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാനന്ന് കമ്മീഷൻ ഓഫീസിൽ പോണ വഴിയാണ് ഞാൻ അവിടെ പോയത്. ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവര് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഇവർക്ക് അയച്ചു കൊടുത്തു ഹോസ്പിറ്റലിലേക്ക്. അയച്ചു കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ പിന്നെ അന്ന് ശങ്കർ സാർ എന്നെ വിളിച്ച് ചോദിച്ചത് ആ എവിഡൻസും കൊടുത്ത് ഇപ്പൊ വാട്സപ്പ് ചെയ്ത് കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഇവര് എനിക്കെതിരെ കൊടുത്തിട്ടുണ്ട്. അതിനാണ് ഈ 15 ദിവസം വേറെ ആരോടും അല്ല ഇവര് ചോദിച്ചേക്കണത്, അവരോട് തന്നെയാണ് എല്ലാം ചോദിച്ചേക്കണത്. അവര് തന്നെയാണ് എല്ലാ കുറ്റകൃത്യങ്ങളും എനിക്കെതിരെ കൊടുത്തേക്കണത്. ഷൈനും ഷാജിയും കൂടി ശങ്കറും. അതിന് അവിടെ ചെന്ന് എനിക്കെതിരെ എന്ത് തെളിവുണ്ടാക്കാനാടി? അവിടെ ഞാൻ സ്ഥിരം പോണ ഒരാളാണെങ്കിൽ കൊള്ളാം. ഞാൻ പറഞ്ഞു എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കെതിരെ കിട്ടിയേക്കണ തെളിവുകളൊക്കെ വേറെയാണ്. അതുകൊണ്ടിട്ട് പിന്നെ എന്തിനാ ഇവർ എന്നോട് സംസാരിച്ചത്? തെളിവുകൾ എനിക്കെതിരെ കിട്ടിയിട്ടുണ്ട്, ഇതിന്റെ കാരണങ്ങൾ വെച്ചിട്ട് ഇയാള് ഇവിടുന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുകൊണ്ട് കേൾക്കുന്നില്ല. ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, കേൾക്കുന്നില്ല. പക്ഷെ ഈ മാനേജരും HR മാനേജരും പിന്നെ ഒരു താടിയുള്ള വേറൊരു സാറും അന്ന് ഞാൻ ലെറ്റർ എഴുതി കൊടുത്തപ്പോ ഇല്ലേ എരിച്ചെഴുതി കൊടുക്കണോന്ന് പറഞ്ഞിട്ട് ഞാൻ എരിച്ചെഴുതി കൊടുത്തില്ല. എനിക്ക് ഇപ്പൊ തന്നെ എഴുതി തന്നെ സാറേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് എഴുതി കൊടുത്തത് മാത്രമേ ഉള്ളൂ, വിശദീകരണം ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞേക്കണം. എന്നാ എഴുതി കൊടുത്തപ്പോ അയാള് പറയണ്ടേ എഴുതി തന്നാ മതി, സമാധാനത്തോടുകൂടി എഴുതി തന്നാ മതി എന്ന് പറയണ്ടേ? അത് അയാൾ ചെയ്തില്ല. മേടിച്ചു വെച്ചൂടെ എഴുതി ലെറ്റർ റിസൈൻ എഴുതണമെന്നും പറഞ്ഞ് എന്റെ സ്വയം ഇഷ്ടപ്രകാരം ഞാൻ ജോലിക്ക് പോകുവാണെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് എഴുതി വാങ്ങിപ്പിച്ച് ഇതിനുള്ളിൽ എഴുതി തന്നില്ല. ടെർമിനേഷൻ ചെയ്ത ലെറ്റർ വീട്ടിൽ വരും, പിന്നെ ഇങ്ങോട്ട് വരേണ്ടി വരികയല്ല ഒന്നിനും ഒന്ന് പറഞ്ഞു. എനിക്ക് മര്യാദകേടൊന്നും അറിയില്ല. അവര് പറഞ്ഞു ചെയ്തു അത്രേ അറിയാവുള്ളൂ. സമാധാനായിട്ട് തന്നെ ഞാൻ കിടക്കും, ഞാൻ കിടക്കും സമാധാനായിട്ട്. ഞാനൊന്നുമില്ല, എനിക്ക് ഉള്ളൊന്നും എനിക്കൊന്നും ആലോചിക്കാനില്ല.